ഹലോ എവരിവൺ, വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ബയോളജിയിൽ ചോദിച്ച ഐസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മലയാളത്തിൽ 2017 തൊട്ട് ഇതുവരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെയും സൊല്യൂഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാ സൊല്യൂഷൻസും നിങ്ങൾ കാണുക, അത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഷോർട്ട് കട്ട്സ് എല്ലാം ഇവിടുത്തെ എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ക്രിസ്പറിലുള്ള ഈ ഒരു സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആൻഡ് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുക എന്ന് ചോദിച്ചാൽ ഐസറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ PDF ആയിട്ട് കിട്ടും. നമ്മളുടെ CRISPRlearning.com വെബ്സൈറ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു എക്സാം പോലെ നിങ്ങൾക്ക് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എഴുതി നോക്കാൻ പറ്റും. ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന പേപ്പറിന്റെ ഒരു പ്രശ്നം എന്താ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഒരിക്കലും ആൻസർ കീ പല വർഷങ്ങളിലും കിട്ടില്ല. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാ ആൻസർ കീസും ഇതിൽ ഉണ്ടായിരിക്കും. ആൻഡ് സൊല്യൂഷൻസ് നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ സൊല്യൂഷൻസും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2020 പരീക്ഷയാണ് ഞാൻ എഴുതി നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ പോർട്ടലിലേക്ക് വരികയാണെങ്കിൽ എന്താ പ്രത്യേകത എന്നറിയോ? 2020 നിങ്ങൾ എഴുതിയത് എങ്കിൽ, അസ്യൂം നിങ്ങൾ എഴുതുന്നത് 2020 പരീക്ഷ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 2020 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ അല്ല. അപ്പൊ പല ആളുകളും ചോദിക്കും നിങ്ങൾക്ക് പിന്നെ അത് എവിടെന്നാ കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ പേഴ്സണലി ഒരു ഐസറിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളൊരു ഐസർ കമ്മ്യൂണിറ്റി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പം നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ആളുകളെ ഐസറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ ഐസർ ആസ്പിറൻസ് ആയിട്ടുള്ള സമയമായിരുന്നു അല്ലെ. അപ്പൊ അവര് എക്സാം ഒക്കെ എഴുതിയ ആ ക്വസ്റ്റ്യൻ, ആ റെസ്പോൺസ് ഷീറ്റിൽ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയത്. ഇത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി മുന്നോട്ടേക്കൊന്നും പറയേണ്ടതില്ല. അപ്പൊ നമ്മൾ നേരെ എക്സാമിലേക്ക് പോവാ. 2020 എക്സാം 2017 തൊട്ട് ഇപ്പോ ഈ വർഷം 2025 വരെയുള്ള എക്സാം നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. അപ്പൊ നമ്മൾ 2020 എക്സാം എഴുതാം. ഈ എക്സാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ മെയിൻ എക്സാമിന് മുന്നേ ഈ ഇന്റർഫേസ് എല്ലാം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എക്സാക്ട്ലി അതുപോലെ തന്നെ നിങ്ങളെ ഈ സ്ക്രീന് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ which of the following products are expected when lipase acts on diglyceride? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലിപ്പേസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്ററിനാണ്, വിച്ച് ഈസ് ഡിലീറ്റഡ്. ഏത് വർഷമാണ്? 2023 ഡിലീറ്റ് ചെയ്ത പോർഷൻ ആണ്. അപ്പൊ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും നമ്മൾ അറിയേണ്ടതില്ല. പക്ഷേ ഡൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന സാധനം നമ്മളെ ബയോമോളിക്യൂൾസിലും വന്നതുകൊണ്ട് ലോജിക്കലി നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം. ഒരു ഡൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലിസറോൾ പ്ലസ് 2 ഫാറ്റി ആസിഡ്. ഗ്ലിസറോൾ പ്ലസ് 2 ഫാറ്റി ആസിഡിനെയാണ് നമ്മൾ ഡൈഗ്ലിസറൈഡ് എന്ന് പറയുക. 2 ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ടാണ് ഡൈഗ്ലിസറൈഡ് എന്ന് പറയുക. ഓക്കെ, സോ ഡൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറോൾ പ്ലസ് 2 ഫാറ്റി ആസിഡ് ആണ്. ഇനി നമുക്ക് അറിയാത്ത ഒരു കാര്യം, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പണ്ടത്തെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലിപ്പേസ് ആണ്. എന്താണ് ലിപ്പേസ് എന്ന് പറഞ്ഞാല്? ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ലിപ്പേസ് എന്ന് പറഞ്ഞാൽ. സോ അത്ര മാത്രമേ നമുക്ക് ഇതിൽ അഡീഷണലി അറിയേണ്ടതുള്ളൂ. അപ്പൊ നോക്കടാ, ഡൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആണ് കിട്ടുക. ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആണ് കിട്ടുക. സോ എന്താണ് നമ്മൾ ഓപ്ഷൻസിൽ കൊടുത്തത്? ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലൂക്കോസ് അല്ല, ഗ്ലൂക്കോസും ഗാലക്ടോസും അല്ല, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ? അപ്പൊ നോക്ക്, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഗ്ലിസറൈഡ് ഫസ്റ്റ് ഡൈജസ്റ്റ് ചെയ്താൽ ഗ്ലിസറോളും ഒരു ഫാറ്റി ആസിഡ് ആണ് അതിന് റിമൂവ് ചെയ്യുക. അപ്പം ഗ്ലിസറോളും ഒരു ഫാറ്റി ആസിഡുമായിട്ട് മാറും. അതാണ് മോണോ ഗ്ലിസറൈഡ്. എന്നിട്ട് ഫർദർ ഡൈജഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലിസറോളും
ഫാറ്റി ആസിഡുമായിട്ട് മാറും. സോ ഓപ്ഷൻ ഡി അല്ല വരിക, ഓപ്ഷൻ സി ആണ് വരിക. സോ ദാറ്റ്സ് എ ക്ലാരിറ്റി ഇൻ ദ ആൻസർ. ശരിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്റർഫെറോൺ? ഇന്റർഫെറോൺ എന്ന് പറയുന്നത് സൈറ്റോകൈൻ ബാരിയേഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഇന്റർഫെറോൺസ്. സോ സൈറ്റോകൈൻ ബാരിയേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്, സൈറ്റോകൈൻ ബാരിയേഴ്സ് ഇൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്? നമ്മളുടെ ഒരു സെല്ല് അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു സെല്ലുണ്ട്. ഈ സെല്ലിലേക്ക് ഒരു വൈറസ് വന്ന് ഇൻഫെക്റ്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഈ സെല്ല് എന്തായി? ഇൻഫെക്റ്റഡ് ആയിട്ട് മാറി. ഓക്കെ, ഇൻഫെക്റ്റഡ് ആയിട്ട് മാറി. ഇതൊരു നോർമൽ സെല്ലായിരുന്നു, ഇപ്പൊ ഇയാള് ഒരു വൈറസ് ഇൻഫെക്റ്റഡ് സെല്ലായിട്ട് മാറി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇൻഫെക്റ്റഡ് സെല്ലായിട്ട് മാറി. ഇനി ഇയാൾ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ ഈ സെല്ലിൽ നിന്നും, ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ സെല്ലിൽ നിന്നും ഇനി വൈറസ് കുട്ടികൾ കുറെ പുറത്തേക്ക് ഇറങ്ങും അല്ലെ? നമ്മൾ T2 ബാക്ടീരിയോഫേജിന്റെ ഒക്കെ ലൈഫ് സൈക്കിൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അടിപൊളിയായിട്ട് അറിയാം. ഇനി ആ പുറത്തിറങ്ങുന്ന കുട്ടികൾ ഈ സെല്ലിനെയും ഇൻഫെക്റ്റ് ചെയ്യും. അപ്പൊ ആ സെല്ലിനെ, ഒരു നോർമൽ ഹെൽത്തി സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഫെക്റ്റഡ് സെൽസ് വിൽ റിലീസ് സം കെമിക്കൽ കോൾഡ് interferons, so that വേറെ ഒരു വൈറസ് ഇനി ഈ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ വരികയാണ് എങ്കിൽ ഇറ്റ് കനോട്ട് ഇൻഫെക്റ്റ് ഈ സെൽ. ഇതാണ് ഇന്റർഫെറോണിന്റെ റോള് എന്ന് പറയുന്നത്. സോ ഈ കെമിക്കൽസ്, ഈ സൈറ്റോകൈൻസ് റിലീസ്ഡ് ആർ ഇന്റർഫെറോൺസ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സൈറ്റോകൈൻ ബാരിയേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്റർഫെറോൺ എന്ന് കേട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒന്ന് ഓർമ്മ പുതുക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ? എ സിന്തറ്റിക് ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്നല്ല അല്ലെ? A class of proteins secreted by B lymphocyte and categorically attack and destroy virus infected cells. അല്ല. Signaling molecule that interfere with its own synthesis inside a secretory cell. അല്ല. A class of proteins secreted by virus infected cells. Yes, interferons എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയുന്നതാണ്. Interferons are proteins. ശരിയല്ലേ? Interferons are proteins ആണ്. Okay. So a class of proteins secreted by virus infected cell and are involved in protecting uninfected cell. So അതല്ലേ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രോപ്പോണിൻ controls binding of actin and myosin motor, thereby regulating muscle contraction. ട്രോപ്പോണിന്റെ മുകളിലേക്ക് കാൽഷ്യം അയോൺസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രോപ്പോണിന് സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് മയോസിന്റെ ഹെഡ് ആക്റ്റിനിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ബൈൻഡിങ് ഓഫ് വിച്ച് മെറ്റൽ അയോൺ? ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു, കാൽഷ്യം അയോൺസ്. മെറ്റൽ അയോൺസ് ടു ട്രോപ്പോണിൻ ഈസ് ക്രൂഷ്യൽ ഫോർ ദിസ് പ്രോസസ്. കാൽഷ്യം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒട്ടും ഡെപ്ത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മളുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഫങ്ഷണലൈസേഷൻ ഓഫ് mRNA? ഫങ്ഷണലൈസേഷൻ ഓഫ് mRNA, അതായത് HNRNA mRNA ആയി മാറുന്നതിനാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ RNA പ്രോസസ്സിംഗ് എന്ന് പറയാ. അത് യൂക്കാരിയോട്സിൽ മാത്രമേ നടക്കുള്ളൂ അല്ലേ? നമ്മൾ പഠിച്ചതാണ് 3 സ്റ്റെപ്പുകളാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിൽ അഥവാ RNA പ്രോസസ്സിങ്ങിലുള്ളത്. ആരെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്? മെച്യൂർ അല്ലാത്ത ഹെട്രോജീനസ് HNRNA നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ആരാക്കിയിട്ടാണ് മാറ്റുന്നത്? mRNA ആക്കിയിട്ടാണ് മാറ്റുന്നത്. ആരിൽ മാത്രം? യൂക്കാരിയോട്സിൽ. പ്രോകാരിയോട്സിൽ, ബാക്ടീരിയയിലാണെങ്കിലോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്ട്ലി നമുക്ക് കിട്ടുന്ന RNA എന്ന് പറയുന്നത് mRNA ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ എന്തൊക്കെ മോഡിഫിക്കേഷൻ HNRNAയിൽ നടത്തിയാലാണ് അയാൾ mRNA ആയിട്ട് മാറുക? നമ്മൾക്ക് അറിയാം,
ആദ്യം 5' എൻഡിൽ HNRNA 5' എൻഡിൽ നമ്മൾ ക്യാപ്പിംഗ് നടത്തും അല്ലേ? അപ്പൊ 5' എൻഡ് ക്യാപ്പിംഗ് എന്നുള്ളത് ഇൻവോൾവ് ആണ്. പിന്നെ നമ്മൾ സ്പ്ലൈസിങ് നടത്തും. എന്താ സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാല് ഇൻട്രോണും എക്സോൺ എന്ന് പറയുന്ന റീജിയൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട ഭാഗത്തിനെ മാത്രം അവിടെ വെക്കുക, വേണ്ടാത്ത ഭാഗത്തിനെ നമ്മൾ റിമൂവ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനാണ് നമ്മൾ സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. സോ സ്പ്ലൈസിങ് എന്നുള്ളത് നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പൊ D എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടെയിലിംഗ് ആണ്. പോളി അഡിനിലേറ്റഡ് ടെയിൽ ഉണ്ടായിരിക്കും. അയാളുടെ HNRNA 3' എൻഡിൽ ഏകദേശം 300 അഡിനിൻ ഗ്രൂപ്പ് പോയിട്ട് ആഡ് ചെയ്യുക. ഇതിനാണ് നമ്മൾ പോളി അഡിനിലേഷൻ അല്ലെങ്കിൽ ടെയിലിംഗ് എന്ന് പറയുന്നത്. സോ which of the following processes is not involved in RNA splicing എന്നാണ് ചോദ്യം. ക്യാപ്പിംഗ് ഉണ്ട്, ടെയിലിംഗ് ഉണ്ട്, സ്പ്ലൈസിംഗ് ഉണ്ട്. അമിനോ അസൈലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അമിനോ അസൈലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ചാർജിങ് ഓഫ് tRNA നമ്മൾ അമിനോ അസൈലേഷൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു സാധനം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അമിനോ അസൈലേഷൻ അവിടെ വരുന്നില്ല. ഇനി നമുക്ക് എവല്യൂഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ഹൈപ്പോത്തറ്റിക്കൽ പ്ലാന്റ് സ്പീഷീസ് ഷോസ് 2 ഫ്ലവർ കളർ ഫീനോടൈപ്സ്. റെഡ് ആൻഡ് വൈറ്റ് ആണ്. റെഡ് ഈസ് ഡോമിനന്റ് ഓവർ വൈറ്റ് ആണ്. സോ R എന്ന് പറയുന്ന അല്ലീൽ ഉണ്ട്. അയാള് കോഡ്സ് ഫോർ റെഡ് കളർ. ആ റെഡ് കളർ ഈസ് ഡോമിനന്റ് ഓവർ സ്മോൾ r. സ്മോൾ r കോഡ്സ് ഫോർ വൈറ്റ് കളർ. വൈറ്റ് കളർ ഈസ് റെസസീവ്. ശരിയല്ലേ? യെസ്. ഇനിയും in a population this flower color locus was found to be in Hardy-Weinberg equilibrium. ഈ population Hardy-Weinberg equilibriumത്തിലാണ്. If 490 out of total population size of 1000 plant, ആകെയുള്ള പ്ലാന്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 1000 ആണ്. അതില് 490 എണ്ണം വൈറ്റ് ആണ്. എന്താ വൈറ്റ് എന്ന് പറഞ്ഞാല്? വൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ r ആണ് വൈറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ വൈറ്റ് എണ്ണത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ 1000 ആണ് പോപ്പുലേഷൻ. അതിൽ 490 ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ ഹിയർ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽ ആണ് ഈ 490 ഔട്ട് ഓഫ് 1000 എന്ന് പറയുന്നത്. ശരിയല്ലേ? യെസ്. വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. were found to be white flowered. How many of the red flowered plants will be heterozygous? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, ഹെട്രോസൈഗസ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് p² + 2pq + q² = 1 എന്നുള്ളതാണ്. അതില് p² റെപ്രസെന്റ്സ് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ R ഇൻഡിവിജ്വൽസ് ആണ്. 2pq റെപ്രസെന്റ്സ് ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ആണ്. ആൻഡ് q² റെപ്രസെന്റ്സ് ഫ്രീക്വൻസി ഓഫ് സ്മോൾ r ആണ്. ഇവിടെ നമുക്ക് തന്നത് ഫ്രീക്വൻസി ഓഫ് സ്മോൾ r ആണ്. ദാറ്റ് ഈസ് തന്നത് എന്താ? q² അല്ലേടാ തന്നത്. സോ q² വിൽ ബി ഈക്വൽ ടു 490/1000. അതെങ്ങനെയാ? നമ്മളൊന്ന് ചെറുതാക്കുകയാണെങ്കിൽ 3 0 ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ 0.49. ഇതിൽ നിന്നും നമുക്ക് ക്യൂയുടെ വാല്യൂ കിട്ടും സ്ക്വയർ റൂട്ട് ഓഫ് 0.49 അല്ലേ? അപ്പൊ എത്ര വരിക? 0.7 എന്നാണ് വരിക. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിയും ക്യൂവും കൂടെ ചേർത്താൽ 1 ആണ് കിട്ടുക. ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് അല്ലീൽ ആൻഡ് ഫ്രീക്വൻസി ഓഫ് സ്മോൾ റെസസീവ് അല്ലീലും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ആണ് കിട്ടുക. സോ P will be equal to 1 minus 0.7. That will be 0.3. അപ്പൊ നമുക്ക് P കിട്ടി. P എന്ന് പറയുന്നത്
0.3 ആണ്. ആൻഡ് Q എന്ന് പറയുന്നത് 0.7 ആണ്. ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് എന്താന്ന് ചോദിച്ചാല് how many plants will be heterozygous എന്നാ ചോദിച്ചത്. അത് നമുക്ക് എവിടെന്നാ കിട്ടുക? നമുക്ക് ആകെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. എന്താടാ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാല് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഞാൻ ഇവിടെ എഴുതാം. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് individuals with capital R small r divided by total population size. ഇതാണ് നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത്. ആരാ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത്? 2pq ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തൽക്കാലം ഞാൻ അയാളെ എക്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ആരാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് വിത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഹെട്രോസൈഗസ് ആയിട്ടുള്ള അല്ലീലി കണ്ടീഷൻ ഉള്ള ആളുകളെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ബൈ 1000. ഓക്കെ, 2pq എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പിയും ക്യൂവും ഇവിടെ അറിയാം. എന്താ? 2 into p 0.3 into 0.7 ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 1000. ശരിയല്ലേ? ഇവിടെ എത്രയാ വരിക? 0.3യും 7ഉം 21 0.42 എന്നാണ് വരിക അല്ലേ? ശരിയല്ലേ? 0.42 ശരിയാണോ? യെസ്, ഈക്വൽ ടു എക്സ് ബൈ 1000. ഇനി എക്സ് വിൽ ബി ഈക്വൽ ടു, എക്സ് ആണ് എന്ത്? individuals with heterozygous condition. Individuals will be equal to 0.42 into 1000. ഇവിടെ 3 ഡെസിമൽ പോയിന്റ് മാറ്റിയാൽ 420 എന്ന് വരും. സോ ഹിയർ വിൽ ബി ദ ആൻസർ. എന്താണ് ആൻസർ? 420 എന്നാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പം ഹഡി-വെൻബർഗ് ഇക്വിലിബ്രിയം ചോദിക്കാത്ത എവല്യൂഷന്റെ ഒരു ചോദ്യം പോലും ഇല്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ? ഇനി റീഅബ്സോർപ്ഷൻ ഓഫ് ദീസ് മോളിക്യൂൾസ് ഇൻ കിഡ്നി ഒക്കേഴ്സ് വയ പാസീവ് ട്രാൻസ്പോർട്ട് ആണ് ചോദിച്ചത്. പാസീവ് ട്രാൻസ്പോർട്ടിലൂടെ പോകുന്നത് യൂറിയ ആണ്. കാരണം ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, സോഡിയം അയോൺസ് ആയിക്കോട്ടെ, അമിനോ ആസിഡ് ആയിക്കോട്ടെ, ഇതെല്ലാം ആക്റ്റീവ്ലി ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് തിയറി എടുക്കുമ്പം പറഞ്ഞു പോകുന്ന ഒരു ഫാക്ട് പോലെയുള്ള ചോദ്യമാണ് അല്ലെ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി റേഡിയൽ സിമെട്രി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാക്സ? റേഡിയൽ സിമെട്രി ഇല്ലാത്ത ആളുകളെയാണ് ചോദിക്കുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ നോക്ക്, എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്റ്റാർഫിഷ് അഡൽട്ട് സ്റ്റേജിൽ റേഡിയൽ സിമെട്രി കാണിക്കുന്ന ആളാണ് അല്ലെ? ലാർവൽ സ്റ്റേജിൽ ബൈലാറ്ററൽ സിമെട്രി ആണ്. ഒരു സ്പെഷ്യൽ കേസ് ആണ് അല്ലെ? അപ്പം അഡൽട്ട് സ്റ്റേജിന്റെ എക്കിനോഡെർമേറ്റ എന്ന് വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്പെസിഫൈ ചെയ്തിട്ട് ലാർവ അല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക? അഡൽട്ട് എന്നാണ് എടുക്കുക, ഇഫ് നോട്ട് സ്പെസിഫൈഡ്. ഓക്കെ, ഇനി നിഡേറിയ നമ്മൾ നോക്കുകയാണെങ്കിൽ റേഡിയൽ സിമെട്രി കാണിക്കുന്നതാണ്. ടീനോഫോറ അല്ലെ? കോംബ് ബെയറിംഗ് ആയിട്ടുള്ള ടീനോഫോറ, അതും റേഡിയൽ സിമെട്രി ആണ് കാണിക്കുക. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് കോർഡേറ്റയിൽ പെട്ട ആളാണ് അല്ലെ? സോ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ആളാണ്. റേഡിയൽ സിമെട്രി അല്ല. സോ ഓപ്ഷൻ ഡി ആണ് കാണിക്കാത്തത്. സോ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് വേർഡ് ഡയഗ്രാം depict a food chain in a forest. അതായത് നമുക്കൊരു ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്. which is most likely outcome of depletion in predator population. അതായത് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഫുഡ് ചെയിനിൽ പ്രിഡാക്ടറിന്റെ പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്കം ആയിട്ട് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ തന്നിരിക്കുന്ന ഫുഡ് ചെയിൻ നോക്കാം. ഫസ്റ്റ് ട്രീസ് ആണ്, ദെൻ ഹെർബിവോർസ്, ദെൻ പ്രിഡാക്ടേഴ്സ്. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ബ്രൗസിംഗ് ബൈ ദ ഹെർബിവോർസ് സ്റ്റിമുലേറ്റ് ദ പ്ലാന്റ് ഗ്രോത്ത് ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. രണ്ടാമത്തത്, overgrowth of herbivores population causing reduction in tree population and therefore if the process continue the entire ecosystem will break down. Then C എന്ന് പറയുന്നത്
no change in the ecosystem as the herbivores and the tree population will continue to maintain equilibrium. Then D എന്ന് പറയുന്നത് overgrowth of herbivores population without any change in the remaining part of the ecosystem. നമുക്കറിയാം ഒരു ഫുഡ് ചെയിനിലെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് എൻറ്റയർ ആയിട്ടുള്ള നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ബാധിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഇതിലെ പ്രിഡാക്ടേഴ്സിന് നാശം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാകുന്ന ഔട്ട്കം എന്നാണ് ചോദിച്ചത്. അതായത് ട്രീസിനെ ഈറ്റ് ചെയ്യുന്ന ഹെർബിവോർസ് ഉണ്ട്, അതിനെ ഈറ്റ് ചെയ്യുന്ന പ്രിഡാക്ടേഴ്സ്. അപ്പൊ അവിടെ പ്രിഡാക്ടേഴ്സ് ആണ് നശിച്ചു പോയത്. പ്രിഡാക്ടേഴ്സ് നശിച്ചു പോവാന്ന് പറയുമ്പോൾ അവിടെ ഹെർബിവോഴ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, കൂടും. കാരണം ഹെർബിവോഴ്സിനെ കഴിക്കാൻ അവിടെ ആരുണ്ടാവില്ല, പ്രിഡാക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ഹെർബിവോഴ്സ് ഇങ്ങനെ അമിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ അതിന് എന്ത് വേണം, ഫുഡ് വേണം. അപ്പൊ കൂടുതലും ആര് ഡിപ്പെൻഡ് ചെയ്യും, യെസ് നമ്മുടെ ട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ഫുഡ് ചെയിനിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ട് പറയാം. അതായത് the overgrowth of herbivores population causing reduction in the tree population. അതായത് പ്രിഡാക്ടേഴ്സ് നശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹെർബിവോഴ്സിന്റെ പോപ്പുലേഷൻ എന്ത് ചെയ്യും, അതായത് ഓവർ ഗ്രോത്ത് നടക്കും. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ട്രീയുടെ പോപ്പുലേഷൻ കുറയ്ക്കാൻ കാരണമാകും. കാരണം ഒരുപാട് ഹെർബിവോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഹെർബിവോഴ്സിനൊക്കെ ഫുഡ് വേണമല്ലോ. അപ്പൊ ആ ഫുഡ് ആര് കൊടുക്കുക, യെസ് ട്രീസ് ആണ് കൊടുക്കുക. അപ്പൊ ട്രീസിന്റെ പോപ്പുലേഷൻ അവിടെ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഇഫ് ദ പ്രോസസ് കണ്ടിന്യൂ, അതായത് പ്രിഡാക്ടേഴ്സ് ഇങ്ങനെ ഇല്ലാത്തൊരവസ്ഥ കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ ദ എൻറ്റയർ ഇക്കോസിസ്റ്റം വിൽ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ. അതായത് മൊത്തം ഇക്കോസിസ്റ്റത്തിനെ അത് ബാധിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി തന്നെയാണ്. സിയും ഡി എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോ ചേഞ്ച് ഇൻ ദ ഇക്കോസിസ്റ്റം എന്നാണ് സി പറയുന്നത്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് എന്താണ്, വിത്തൗട്ട് എനി ചേഞ്ച് റിമൈനിങ് പാർട്ട് ഓഫ് ദി ഇക്കോസിസ്റ്റം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? യെസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. യെസ്, മാച്ച് ദ ഹ്യൂമൻ സെൽ ടൈപ്സ് ഓഫ് സ്റ്റേജ് ടു ദ നമ്പർ ഓഫ് ക്രൊമാറ്റിഡ്സ്. അതായത് നമ്മൾ സെൽ സൈക്കിളിലെ സ്റ്റേജസ് ഫേസസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്റ്റേജസ് ആണ് തന്നിട്ടുള്ളത്. ദെൻ ഓപ്പോസിറ്റ് തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ക്രൊമാറ്റിഡ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. എ എന്ന് പറയുന്നത് G2 ഫേസ് ആണ്, ദെൻ ബി G1 ഫേസ് ആണ്, സി സ്പെർമാറ്റോഗോണിയ ആണ്, ദെൻ ഡി എന്ന് പറയുന്നത് ഓവം. ഓപ്പോസിറ്റ് തന്നിട്ടുള്ളത് 46, 92 ആൻഡ് 23 ആണ് തന്നിട്ടുള്ളത്. അപ്പം ഈ G2 ഫേസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം സെൽ സൈക്കിളില് സിന്തറ്റിക് ഫേസ് കഴിഞ്ഞിട്ട് വരുന്ന ഫേസ് ആണ് ഏത്, G2 ഫേസ്. അപ്പൊ അവിടുത്തെ DNA എമൗണ്ടിൽ എന്തുണ്ടാവും, 2C കണ്ടീഷൻ 4C കണ്ടീഷൻ ആയിട്ട് മാറുന്നൊക്കെ നിങ്ങൾ അറിയാലോ. അതായത് അവിടെ DNA കണ്ടന്റ് കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചത് ക്രൊമാറ്റിഡിന്റെ കേസാണ്. അപ്പൊ നമുക്കറിയാം ഹ്യൂമന്റെ സാധാരണ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. അതായത് ഡിപ്ലോയിഡ് കണ്ടീഷൻ 2n is equal to 46 ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ G2 ഫേസിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ഓരോ ക്രോമസോംസും എന്ത് ചെയ്യും, അത് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ് ഉണ്ടാക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ G2 ഫേസിൽ 46 ക്രോമസോമിൽ നിൽക്കില്ല, അത് എത്രയിലേക്ക് വരും, 92ലേക്ക് വരും. അതായത് 46 + 46 ദാറ്റ് ഈസ് 92. G1 ഫേസ് എന്താണ്, അതായത് സിന്തറ്റിക് ഫേസിന് മുന്നേ ഉള്ള ഫേസ് G1 ഫേസ്. സോ അത് നമ്മുടെ 2n കണ്ടീഷൻ ആയിട്ടുള്ള 46 തന്നെയാണ് വരിക. ഇനി സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നതോ, യെസ് അതും നമ്മുടെ 46 ക്രോമസോംസ് അല്ലെങ്കിൽ ക്രൊമാറ്റിഡ്സ് ആണ് ഉണ്ടാവുന്നത്. ഓവം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്, നമുക്കറിയാം 23 ആണ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് G2 ഫേസ് ആണ്, രണ്ടാമത് തന്നിട്ടുള്ളത് G1 ഫേസ് ആണ്, മൂന്നാമത്തത് സ്പെർമാറ്റോഗോണിയ ആണ് തന്നിട്ടുള്ളത്, സ്പെർമാറ്റോഗോണിയ. ദെൻ ഫോർത്ത് നമുക്ക് തന്നിട്ടുള്ളത് ഓവമാണ്.
ഇപ്പൊ G2 ഫേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സിന്തറ്റിക് ഫേസ്, അതായത് എസ് ഫേസ് കഴിഞ്ഞു വരുന്നത് ആയതുകൊണ്ട് അവിടുത്തെ 46 ക്രൊമാറ്റിഡ് എന്നുള്ളത് സിസ്റ്റർ ക്രൊമാറ്റിഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് 92 ആയിട്ടാണ് വരിക. G1 ഫേസ് എസിന് തൊട്ട് മുൻപേ ഉള്ളതായതുകൊണ്ട് അവിടെ 46 തന്നെയാണ് വരിക. സ്പെർമറ്റഗോണിയ എന്ന് പറയുമ്പോഴും 46 എന്ന കണ്ടീഷൻ. ദെൻ ഓവം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ദാറ്റ് ഇസ് ഹാപ്ലോയിഡ് 23 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഇവിടെ എഴുതി നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് G2 ഫേസ്, ദെൻ G1 ഫേസ്, ദെൻ സ്പെർമറ്റഗോണിയ, ദെൻ ഓവം. അപ്പൊ G2 ഫേസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എസ് ഫേസിൽ DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞു വരുന്ന ഫേസ് ആണ്. അപ്പൊ അവിടെ ഈ ക്രൊമാറ്റിഡ്സ് അതിന്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ 46 ക്രോമസോം അല്ലെങ്കിൽ ക്രൊമാറ്റിഡ്സ് എന്നുള്ളത് 92 ആയിട്ട് മാറുന്നുണ്ട്. ദെൻ G1 എന്ന് പറയുന്നത് എസ് ഫേസിന് മുൻപേ ഉള്ളത് കൊണ്ട് 46 തന്നെ. സ്പെർമറ്റഗോണിയ എന്ന് പറയുന്നത് 46ലാണ് വരുന്നത്. ദെൻ ഓവം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ് 23. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് ക്വസ്റ്റ്യൻസിലേക്കുള്ള പോലെ ഒന്ന് എഴുതി നോക്കാം. എ എന്ന് പറയുന്നത് G2 ആണ്, അത് വരുന്നത് 92, അതായത് A2 കണ്ടീഷൻ ആണ് വരുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് 46, B1, സി സ്പെർമറ്റഗോണിയ, സി ഓൾസോ 1, ദെൻ ഡി 23, D3 ആണ് വരുന്നത്. ഇനി ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കിയാലോ. A2, B1, C1, D3. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ നോക്കാം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. യെസ്, എന്താ നമ്മുടെ കയ്യിലുള്ളത്? A2, B1, C1, D3. A2, B1, C1, D3 അല്ലേ? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി A2. ഒന്നുകൂടെ നോക്കാം. A2 എന്ന് പറയുമ്പോൾ G എന്ന് പറയുന്നത് 92, G2 ഫേസ് എന്ന് പറയുമ്പോൾ 92 കറക്റ്റ് ആണ്. ദെൻ B1 എന്ന് പറയുമ്പോൾ G1 ഫേസിൽ 46, അതും കറക്റ്റ് ആണ്. ദെൻ സി സ്പെർമറ്റഗോണിയ എന്ന് പറയുമ്പോൾ 46, അതും കറക്റ്റ് ആണ്. ദെൻ ഡി എന്ന് പറയുന്നത് D3 എന്ന് പറയുമ്പോൾ O എന്ന് പറയുന്നത് 23 ആണ്, കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് അവർ ഡി. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നല്ല അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, which of the following processes increases the uptake of water and minerals by roots in legumes? അതായത് ഈ ലെഗ്യൂംസിന്റെ വാട്ടറിന്റെയും മിനറൽസിന്റെയും ഇൻടേക്കിനെ ഇൻക്രീസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയാലോ. ഫസ്റ്റ് ആക്റ്റീവ് അപ്ടേക്ക് ബൈ സൈലം, അതായത് സൈലം വെസൽസ് വഴിയുള്ള ആക്റ്റീവ് അപ്ടേക്ക് ഉണ്ടെങ്കിൽ വാട്ടറിനെയും മിനറൽസിനെയും നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അപ്ടേക്ക് ഇൻക്രീസ് ചെയ്യാം എന്നാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് പമ്പിംഗ് ത്രൂ പ്ലാസ്മോഡെസ്മേറ്റ. മൂന്നാമത്തത് പമ്പിംഗ് ത്രൂ കോർട്ടിക്കൽ സെൽസ്. നാലാമത്തത് ഫോർമേഷൻ ഓഫ് മൈക്കോറൈസ. അപ്പൊ ഈ ഒരു 4 ഓപ്ഷൻ കാണുന്ന സമയത്ത് 2 നമുക്ക് അപ്പോഴേ എലിമിനേറ്റ് ചെയ്യാം. അതായത് പമ്പിംഗ് ത്രൂ പ്ലാസ്മോഡെസ്മേറ്റയും പമ്പിംഗ് ത്രൂ കോർട്ടിക്കൽ സെൽസും. ഈ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻക്രീസ്ഡ് അപ്ടേക്ക് ഓഫ് വാട്ടർ മിനറൽസും ഏതിലൂടെ പോസിബിൾ അല്ല, പ്ലാസ്മോഡെസ്മേറ്റയിലൂടെയും കോർട്ടിക്കൽ സെൽസിലൂടെയും പോസിബിൾ അല്ല. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിരിക്കുന്ന ആൻസർ സൈലം ആയിരിക്കും. കാരണം സൈലമാണ് എന്ത് നടത്തുന്നത്, വാട്ടറിന്റെയും മിനറൽസിന്റെയും കണ്ടക്ഷൻ നടത്തുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, ആക്റ്റീവ് അപ്ടേക്ക് ബൈ സൈലം, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ. ഒരിക്കലും സൈലം എന്ത് നടത്തുന്നില്ല, ആക്റ്റീവ് അപ്ടേക്ക് നടത്തുന്നില്ല. അപ്പം ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി അല്ല. പിന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ഫോർമേഷൻ ഓഫ് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് അല്ലെ. അതായത് റൂട്ടും ഫംഗസും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, മൈക്കോറൈസ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മൈക്കോറൈസ ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ ആ ഒരു ഏത് പ്ലാന്റിലാണോ ആ മൈക്കോറൈസ ഉണ്ടാകുന്നത് അവിടുത്തെ വാട്ടറിന്റെയും മിനറൽസിന്റെയും ഇൻക്രീസ്ഡ് അപ്ടേക്കിന് കാരണമാകുന്നുണ്ട് അല്ലേ. യെസ്, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോർമേഷൻ ഓഫ് മൈക്കോറൈസ. ക്ലിയർ അല്ലേ? യെസ്, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവേ. നമുക്ക് തന്നിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ തന്നിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആൻഡ് പോപ്പുലേഷൻ സൈസ് ഇഫ് ദ പോപ്പുലേഷൻ ഷോസ് ലോജിസ്റ്റിക് ഗ്രോത്ത്. അതായത് ഒരു ലോജിസ്റ്റിക് ഗ്രോത്ത് നടത്തുന്ന ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അതിന്റെ ഗ്രോത്ത് റേറ്റും പോപ്പുലേഷൻ സൈസും തമ്മിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 ഗ്രാഫ് ഉണ്ട്.
എ, ബി, സി ആൻഡ് ഡി. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങളുടെ ഒരു ഗസ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? dn/dt-യും n-ഉം തമ്മിലുള്ള ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഗ്രോത്ത് റേറ്റും പോപ്പുലേഷൻ സൈസും. നമുക്ക് ഫസ്റ്റത്തെ ഗ്രാഫിൽ നിന്ന് തുടങ്ങാം. അതായത് നമുക്ക് എക്സ് ആക്സിസിൽ തന്നിട്ടുള്ളത് പോപ്പുലേഷന്റെ സൈസ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ തന്നിട്ടുള്ളത് പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പൊ ഈ പോപ്പുലേഷന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അറ്റ്സ് എ പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ഈ ക്യാരിയിങ് കപ്പാസിറ്റി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനൊരു ഗ്രോത്ത് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അല്ലാണ്ട് ഇങ്ങനെ കയറി പോകുന്ന ഒരു സാധനമാണോ? അല്ല. അപ്പം ഒരു പർട്ടിക്കുലർ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോപ്പ് ആകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദ ഫസ്റ്റ് ഗ്രാഫ് തന്നെയാണ് എന്തിനു റെപ്രസെന്റ് ചെയ്യുന്നത്? dn/dt വേഴ്സസ് നമ്മുടെ പോപ്പുലേഷൻ സൈസിന് കൺഫേം ചെയ്യുന്ന ഗ്രാഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ? ബാക്കിയുള്ളതാണോ? ബാക്കിയുള്ളത് നോക്കിക്കേ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും ഇങ്ങനെ കയറി പോകുന്നതാണ് ബി എന്ന് പറയുന്നത്. അത് വരുന്നില്ല. പിന്നെ ഈ ഒരു സി എന്ന് പറയുന്നത് സിഗ്മോയിഡ് കർവും എന്തിൽ വരുന്നില്ല? ഈ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. ദെൻ ഡി എന്ന് പറയുന്നത് അല്ല. ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ഒരു ഗ്രോത്ത് റേറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് അവിടെ 2 ഗ്രാഫ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ വന്നിട്ടുള്ളതാണ്. Which of the following chemical intermediates are the products of light reaction in photosynthesis? അതായത് ഫോട്ടോസിന്തസിസിന്റെ ലൈറ്റ് റിയാക്ഷനിലുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ATP ആൻഡ് NADPH, രണ്ടാമത്തേത് വാട്ടർ ആൻഡ് NADPH, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് NADPH, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ATP. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കുക. വെറും ഫോട്ടോസിന്തസിസ് എന്നല്ല ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ലൈറ്റ് റിയാക്ഷൻ എന്ന് വന്നിട്ടുണ്ട്. അതായത് ഫോട്ടോസിന്തസിസിലെ ലൈറ്റ് റിയാക്ഷനിലുള്ള പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൈറ്റ് റിയാക്ഷനിൽ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? യെസ്, എനർജീസ് ഉണ്ടാക്കുന്നു. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാർക്ക് റിയാക്ഷനിൽ ഫിക്സേഷൻ സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാക്കുന്ന നമ്മുടെ എനർജി ഏതൊക്കെയായിരുന്നു? യെസ്, നമ്മുടെ ATPയും NADPHുമാണ് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടിയാണ്. ദാറ്റ് ഈസ് ATP ആൻഡ് NADPH. ദ ഓപ്ഷൻ is option A. Yes. Moving to the next question. Which of the following processes give rise to a new organism from unfertilized ova in some species of plants and animals? അതായത് ഫെർട്ടിലൈസേഷൻ സംഭവിക്കാതെ നമുക്ക് എന്ത് തരുന്നതാണ്? ന്യൂ ഓർഗാനിസംസിന് തരുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് തന്നെ പോകാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓട്ടോഗമി ആൻഡ് പാർത്തനോജെനസിസ്. അപ്പൊ ഓട്ടോഗമി എന്താണ്? ഈ ഓട്ടോഗമി എന്ന് പറയുന്നത്? യെസ്, ഓട്ടോഗമി, സിംഗമി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്, അപ്പൊ ഓട്ടോഗമി തന്നിട്ടുണ്ട്, പാർത്തനോജെനസിസ് തന്നിട്ടുണ്ട്. പാർത്തനോജെനസിസും ഓട്ടോഗമി ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പാർത്തനോജെനസിസ് ആൻഡ് അപ്പോമിക്സിസ്. മൂന്നാമത്തത് സിംഗമി ആൻഡ് അപ്പോമിക്സിസ്. നാലാമത്തത് സീനോഗമി ആൻഡ് ഓട്ടോഗമി. യെസ്, അപ്പൊ ഓപ്ഷൻ എ. ഇപ്പൊ ഓട്ടോഗമി എന്താണെന്ന് ക്ലിയർ ആയോ? യെസ്, റിലേറ്റഡ് ടു പോളിനേഷൻ ആണ് അല്ലെ? ഓട്ടോഗമി എന്ന് പറയുന്ന സമയത്ത് സെയിം പോളൻ ഗ്രെയിൻസ് വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പോളിനേഷൻ നടത്തുന്നതാണ് ഓട്ടോഗമി. സോ അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്? യെസ്, ഫെർട്ടിലൈസേഷൻ നടക്കാം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ല. ദെൻ രണ്ടാമത്തെ കേസ് വരുന്ന സമയത്ത് പാർത്തനോജെനസിസ് ആൻഡ് അപ്പോമിക്സിസ്. അപ്പൊ പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതാണ് ഏത്? പാർത്തനോജെനസിസ്, നമ്മുടെ പ്ലാന്റിന്റെ കേസ് പറയുന്ന സമയത്ത്. അപ്പോമിക്സിസും ഇതേ കണ്ടീഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാർത്തനോജെനസിസ് ആൻഡ് അപ്പോമിക്സിസ് ആണ്. ഒന്ന് സീഡ് ഫോം ചെയ്യുന്നു, മറ്റേത് ഫ്രൂട്ട് ഫോം ചെയ്യുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ പാർത്തനോജെനസിസ് ആൻഡ് അപ്പോമിക്സിസ്. സിംഗമി എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ്? അത് ഫെർട്ടിലൈസേഷൻ ഓൾറെഡി നടന്നു. ദാറ്റ് ഈസ് ഓപ്ഷൻ സി തെറ്റായിരിക്കും. സീനോഗമിയും ഓട്ടോഗമിയും അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? പാർത്തനോജെനസിസ് ആൻഡ് അപ്പോമിക്സിസ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം പ്രൊഡ്യൂസസ് ക്രൈ പ്രോട്ടീൻസ്? നമ്മൾ ബയോടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന ഓർഗാനിസംസിൽ ഏത് ഓർഗാനിസം ആണ് ക്രൈ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നത്? 4 ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ ബാസിലസ് തുറിഞ്ചിനിസിസ്, രണ്ടാമത്തേത് സെക്കാരോമൈസിസ് സെർവീസിയെ, മൂന്നാമത്തേത് ഇക്കോളൈ, നാലാമത്തേത് സ്യൂഡോമോണാസ് സിറിഞ്ചി. അപ്പൊ നമുക്കറിയാം ബാസിലസ് തുറിഞ്ചിനിസിസിലാണ് എന്തുള്ളത്? ക്രൈ പ്രോട്ടീൻസ് ഉള്ളത് അല്ലെ. അതായത് BT കോട്ടൺ അല്ലെ BT ബ്രിഞ്ചാൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ബാസിലസ് തുറിഞ്ചിനിസിസിൽ എന്തുള്ളത് കൊണ്ടാണ്? ക്രൈ പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ടാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ബാസിലസ് തുറിഞ്ചിനിസിസ്, ദാറ്റ് ഈസ് BT. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. Yes. Which of the following root modification is observed in maize? അതായത് നമ്മുടെ മെയ്സിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ട് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ലാറ്ററൽ റൂട്ട് ആണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് പ്രോപ്പ് റൂട്ട് ആണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സ്റ്റിൽറ്റ് റൂട്ട് ആണ്. അപ്പം ഇതില് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്റ്റിൽറ്റ് റൂട്ട് ആണ്. സ്റ്റിൽറ്റ് റൂട്ട് ആണ് എന്തിൽ മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നത്? നമ്മുടെ മെയ്സിൽ മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ പ്രോപ്പ് റൂട്ട് സ്റ്റിൽറ്റ് റൂട്ട് എന്നൊക്കെ പറയുന്നത് മോഡിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രോപ്പ് റൂട്ട് കാണുന്നത് ഏതിലായിരുന്നു? യെസ്, ബാനിയൻ ട്രീസിലാണ് നമുക്ക് പ്രോപ്പ് റൂട്ട് കാണാൻ പറ്റുന്നത്. സ്റ്റിൽറ്റ് റൂട്ട് കാണാൻ പറ്റുന്നത് ഷുഗർ കെയിനിലും മെയ്സിലും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് മോഡിഫിക്കേഷൻ മെയ്സിൽ കാണുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്റ്റിൽറ്റ് റൂട്ട് ആണ്. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2020 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. പൊതുവെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു 2020 പേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എഴുതിയ റെസ്പോൺസ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഐസറിന്റെ ഒരു പാറ്റേൺ ഇതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും 2017 തൊട്ട് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ ഈ എക്സാം പോലെ തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, അത് PDF മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ലിമിറ്റേഷനും ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ഇന്റർഫേസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓരോ സബ്ജക്റ്റിനും ടൈം എത്ര അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ടൈമർ റണ്ണിങ് ആണ്. ആൻഡ് ഒരുപാട് ഓപ്ഷൻസും ഇതിലുണ്ട് അല്ലെ. കാൽക്കുലേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾ എടുത്തു, പക്ഷേ നിങ്ങൾ മുന്നിലേക്ക് പോവുകയാണ്, ഇതൊന്നും കൂടെ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട്. അതുപോലെ ക്ലിയർ റെസ്പോൺസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇനി ഒന്നും മാർക്ക് ചെയ്യാതെ, ക്ലിയർ റെസ്പോൺസ് മാർക്ക് ചെയ്യാതെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മാർക്ക് ചെയ്യാതെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്, നിങ്ങൾ ഉത്തരം എഴുതുന്നില്ല പക്ഷെ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾ ഓപ്ഷൻ എഴുതി പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടെ എക്സാം കഴിയുന്നതിന് മുന്നേ ഇതൊന്ന് നോക്കണം. അപ്പൊ ഇത് വാല്യുവേഷൻ എടുക്കും. മനസ്സിലായോ? ഇത് ടിക്ക് ചെയ്യാതെയാണ് നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ എടുക്കൂല. അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഇന്റർഫേസ് നിങ്ങൾ ചെയ്ത് പരിചയിക്കണം. ആ കാൽക്കുലേറ്റർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം റിയൽ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുമ്പോൾ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സോഫാർ 2025 അവൈലബിൾ ആയിട്ടുള്ളത്. 2025 വരെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ മുകളിലേക്ക് എന്താ വേണ്ടി വരിക? സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ 150 ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത് ആൻഡ് ഇതുപോലെ KVPY ഒളിമ്പിയാഡ് പോലെയുള്ള റിസർച്ചിന്റെ, ഒരു കുട്ടിയുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന പരീക്ഷകളിൽ നിന്നും നമ്മൾ ബേസ് ചെയ്തുണ്ടാക്കിയ, നമ്മൾ തന്നെ സ്വയം പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഐസറിൽ, ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഐസർ അലൂമിനൈ ആണ്, അതുപോലെ തന്നെ ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ അടിപൊളിയായിട്ട് ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലെ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല മോക്ക് ടെസ്റ്റുകളും ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ആൻഡ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് 20 മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ ഈ ഒരു മലയാളത്തിലുള്ള ഐസറിന്റെ മുന്നേ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഭയങ്കര വാല്യൂബിൾ ആണ് എന്നുള്ളത് നമുക്ക് യൂട്യൂബിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം
ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ആൻഡ് അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കാര്യം, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ യൂട്യൂബ് ഇത് വാല്യൂബിൾ ആയിട്ട് റാങ്ക് ചെയ്യുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ക്ലാസ്സിലോ ആരെങ്കിലും ഒക്കെ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സീരീസ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം നിങ്ങളെ അടുത്ത വർഷം ഒരു ഐസറിൽ കാണാൻ പറ്റട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് നമുക്ക് 2020 ഈ പേപ്പർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.